ദേവി ജഗദീശ്വരി, മനസ്സും ശരീരവും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ. അമ്മേ മഹാദേവി, ഞങ്ങളുടെയും എല്ലാവരുടെയും മനസ്സും ശരീരവും പരിപൂർണമായും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ. അമ്മേ മഹാദേവി, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും സർവ്വജീവജാലങ്ങളുടെയും മനസ്സും ശരീരവും പരിപൂർണമായും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ. അമ്മേ മഹാദേവി, ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ. അമ്മേ മഹാദേവി, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വജീവജാലങ്ങളും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും ഏവരുടെയും ശരീരത്തിനാവശ്യമായിട്ടുള്ള സർവ്വ ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും അടങ്ങിയിരിക്കട്ടെ ജഗദീശ്വരി, അടങ്ങിയിരിക്കട്ടെ ജഗദീശ്വരി, അടങ്ങിയിരിക്കട്ടെ ജഗദീശ്വരി. അമ്മേ മഹാദേവി, ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളും വായുവും ഭക്ഷണവും വെള്ളവും ഭൂമിയും ആകാശവും പ്രപഞ്ചവും പ്രകൃതിയും സർവവും എപ്പോഴും ശുദ്ധവും ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ. അമ്മേ മഹാദേവി, ഈശ്വരോന്മുഖവുമായിരിക്കട്ടെ. അമ്മേ മഹാദേവി, വായുവിൽ നിന്നും ഭക്ഷണത്തിൽ നിന്നും വെള്ളത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ആകാശത്തിൽ നിന്നും പ്രപഞ്ചത്തിൽ നിന്നും പ്രകൃതിയിൽ നിന്നും മനുഷ്യർക്കും സർവ്വജീവജാലങ്ങൾക്കും പ്രപഞ്ചത്തിനും പ്രകൃതിക്കും ദോഷകരമായി ഭവിക്കുന്ന സർവ്വവിഷാംശങ്ങളെയും സർവ്വമാലിന്യങ്ങളെയും അകറ്റണം ജഗദീശ്വരി, അകറ്റണം ജഗദീശ്വരി, അകറ്റണം ജഗദീശ്വരി. അമ്മേ മഹാദേവി, അമ്മേ മഹാദേവി, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും സർവ്വജീവജാലവും ഭക്ഷിക്കുന്ന ഭക്ഷണത്തിലും വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിലും ഏവരുടെയും ദേഹത്തിന് ആവശ്യമായിട്ടുള്ള സർവ്വ ഔഷധ ഗുണങ്ങളും ഏവരുടെയും മനസ്സിനും ശരീരത്തിനും ആവശ്യമായിട്ടുള്ള ബുദ്ധിക്കുതകുന്ന രീതിയിലൂടെയുള്ള ആയതിലൂടെയുള്ള ഔഷധ ഗുണങ്ങളും പോഷകമൂല്യങ്ങളും സർവരും ഭക്ഷിക്കുന്ന അന്നപാനീയങ്ങളിൽ അടങ്ങിയിരിക്കട്ടെ ജഗദീശ്വരി, അടങ്ങിയിരിക്കട്ടെ ജഗദീശ്വരി. അമ്മേ മഹാദേവി, ജഗജ്ജനനി, ജഗദംബികെ, ജഗന്മാതേ, മായാസ്വരൂപിണി, മഹേശ്വരി, എല്ലാവർക്കും നമസ്കാരം, പ്രണാമം. ഡ്രൈവറും വാഹനവും യജമാനനും യുക്തിയും വ്യക്തിയും യുക്തിബോധവും വ്യക്തിബോധവും അടങ്ങുന്ന ഒരു രൂപമാണ്, അല്ലെങ്കിൽ ഒരു അലങ്കാരമാണ്, അല്ലെങ്കിൽ ഒരു വർണ്ണനയാണ് ഒരു മനുഷ്യൻ. ഈ അഞ്ചും ചേർന്നിട്ടുള്ള ഒന്നാണ് ഏതൊരു മനുഷ്യനെയും ചലിപ്പിക്കുന്നതും നടത്തുന്നതും ഇരുത്തുന്നതും കിടത്തുന്നതും ഉണ്ണുന്നതും ഉറങ്ങുന്നതുമെല്ലാം. ഈ അഞ്ചു തത്വങ്ങളോടുകൂടി ഉപമിച്ച് കൊണ്ടാണ്, ഈ ഉപമയിൽ ആയതാണ് ഏവരിലും നിക്ഷിപ്തമായിട്ടുള്ളത്. ആ നിക്ഷിപ്തമായിട്ടുള്ള ഈ അഞ്ച് ഘടകങ്ങളോടുകൂടി ഉപമിച്ചു കൊണ്ടുള്ള വാക്കുകളും വചനങ്ങളും ഓരോരുത്തരുടെയും വ്യക്തിക്കും യോജിപ്പുള്ളതാണെങ്കിൽ, സമൂഹത്തിനും യോജിക്കുന്നുണ്ടെങ്കിൽ ചിന്തിക്കണം, ഉൾക്കൊള്ളണം. ഏവരും നിങ്ങൾക്ക് വേണ്ടി, എനിക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. ഞാൻ തന്നെയാണ് ഏവരിലും നിലകൊള്ളുന്നത്. നിങ്ങളിലുള്ളതെന്താണോ അതുതന്നെ എന്നിലും നിലകൊള്ളുന്നത്. ഞാൻ തന്നെ നിങ്ങളും, നിങ്ങൾ തന്നെ ഞാനും. നമ്മളൊന്നാകുന്നു, നമ്മളൊന്നു മാത്രമാണ്. നമ്മൾ ആരുടെയും ശത്രുവല്ല, ആരുടെയും ശത്രുപക്ഷത്ത് നിലകൊള്ളുവാനായിക്കൊണ്ട് ജനിച്ചവരുമെല്ലാം ആയതൊന്നുമല്ല. നമ്മൾ ചിന്തിക്കണം. ഓരോരോ മനുഷ്യനും ഇവിടെ ജനിച്ചിട്ടുണ്ടെങ്കിൽ ആ മനുഷ്യന് മനുഷ്യനാണെന്നുള്ള തിരിച്ചറിവോട് കൂടിയിട്ടുള്ള ബോധത്തോടു കൂടി ഉയർകൊള്ളുകയും ആയതിലൂടെ നിലകൊള്ളുകയും പോകുന്ന സമയം അപ്രകാരം പോകേണ്ടതായിട്ടുണ്ടെന്നും പറയുന്നു.
ഓരോരുത്തരുടെയും മനുഷ്യരുടെ കടമകളും കർത്തവ്യങ്ങളും നിർവഹിച്ചുകൊണ്ടും ഉണർത്തിച്ചുകൊണ്ടും അലങ്കരിച്ചുകൊണ്ടും വർണ്ണിച്ചുകൊണ്ടും ചമയിച്ചുകൊണ്ടും ഒരുക്കിക്കൊണ്ടും വേണം നമ്മൾ ഉണരുവാനും ഉറങ്ങുവാനും തുടങ്ങേണ്ടത്. നല്ലത് കേട്ടുകൊണ്ട് ഉണരുകയും നല്ലത് കേട്ടുകൊണ്ട് ഉറങ്ങുകയും വേണ്ടതാകണം എന്ന് പറയുന്നു. നമ്മളുടെ ചിന്തകളാണ് നമ്മളെ ഉണരുന്ന സമയം മുതൽ നമ്മളിൽ നിക്ഷിപ്തമാകുന്നത്. ഉറങ്ങാൻ പോകുമ്പോഴും നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമ്മുടെ ചിന്തകളാണ് നമ്മുടെ എങ്ങനെ ഉറങ്ങണം, നമ്മളെങ്ങനെ ഉറങ്ങണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഒരു ദിനം എങ്ങനെ ആവണമെന്നും എങ്ങനെ ആവണ്ടെന്നും ചിന്തിക്കുന്നതും നമ്മുടെ ചിന്തകളാണ്. ആ ചിന്തകളിൽ പവിത്രതയുണ്ടെങ്കിൽ ജീവിതത്തിലും ഒരുപാട് സമ്പാദ്യം നമുക്ക് നേടുവാനായിക്കൊണ്ടാവും എന്ന് പറയുന്നു. നമ്മുടെ ചിന്ത ദുഷ്കരമാണെങ്കിൽ ജീവിതത്തിൽ ഒരുപാട് കഷ്ടതകളും ദുഷ്ടതകളും നിറഞ്ഞതായി മാറും. അപ്രകാരം വിഷമങ്ങളും വേദനകളും നരകയാതനയും അനുഭവിക്കേണ്ടതായിട്ട് വരുമെന്നും പറയുന്നു. ചിന്തിക്കണം. ആ ചിന്ത നല്ല ചിന്തയായി മാറണം. നല്ലവരായി തീരണം ഏവരും, നല്ലവരായി നിലകൊള്ളണം ഏവരും. ഈ ലോകത്തിന് വേണ്ടി, നമുക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, കുട്ടികൾക്ക് വേണ്ടി, അച്ഛന് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, സുഹൃത്തിന് വേണ്ടി, സുഹൃത്തുക്കൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി, വീടിനും വീട്ടുകാർക്കും വേണ്ടി, നാടിനും നാട്ടാർക്കും വേണ്ടി, അയൽവക്കത്തുള്ളവർക്കും അടുത്തുള്ളവർക്കും, നമ്മുടെ രാജ്യത്തിനും അയൽ രാജ്യത്തിനും മാതൃകാപരമായിട്ടുള്ള ജീവിതം ഒരു മനുഷ്യനാണെന്നുള്ള തത്വബോധത്തോടു കൂടി അപ്രകാരമുള്ള നന്മയിലൂടെ, സാധനാമാർഗങ്ങളിലൂടെ, ചിന്താമാർഗങ്ങളിലൂടെ ഉയരണമേവരും, വളരണം. അപ്രകാരം മക്കളും നല്ല മക്കളായി മാറണം നമ്മളേവരും. അശുദ്ധമായിട്ടുള്ള ചിന്തകളും പ്രവർത്തനങ്ങളും അകറ്റണം. നമ്മളിലുള്ളതെല്ലാം നമുക്ക് നാശം വിതയ്ക്കുന്നത് എന്താണോ ആയതൊന്നും നമുക്ക് വേണ്ട എന്ന് പ്രതിജ്ഞ എടുക്കണം. നമുക്ക് ഗുണപ്രദമായിട്ടുള്ളത് എന്തൊക്കെയാണോ ഇവിടെ നിന്ന് നമുക്കുണ്ടാക്കിയെടുക്കുവാനായി കൊണ്ട് സാധിക്കുക, അപ്രകാരം എന്താണെന്നോ ചിന്തിക്കണം. അപ്രകാരമുള്ള ചിന്തയിലൂടെ മുന്നോട്ട് പോകണം നമ്മൾ ഏവരും. ഉണരുന്ന സമയം മുതൽ ഇന്നത്തെ ദിനം നല്ലതായിത്തീരണം. വരും ദിനങ്ങളും നല്ലതായിത്തീരണം. വരും ആഴ്ചകളും നല്ലതായിത്തീരണം. വരും മാസങ്ങളും നല്ലതായിത്തീരണം. വരും വർഷങ്ങളും നല്ലതായിത്തീരണം എന്ന ചിന്ത നമുക്ക് ഉയർക്കൊള്ളണം. നമ്മൾ ഈശ്വര വിശ്വാസിയോ വിശ്വാസിയല്ലാത്തതോ ആയിരിക്കട്ടെ, പക്ഷേ ഒന്നുണ്ട്, നമ്മളുണ്ടായത് നമ്മുടെ അച്ഛനുണ്ടായിട്ടാണ്, അല്ലെങ്കിൽ നമ്മളുണ്ടായത് നമ്മുടെ ഉപ്പയുണ്ടായിട്ടാണ്, ഉമ്മയുണ്ടായിട്ടാണ്, അച്ഛനുണ്ടായിട്ടാണ്, അമ്മയുണ്ടായിട്ടാണ്, മാതാവുണ്ടായിട്ടാണ്, പിതാവുണ്ടായിട്ടാണ്. ഈ ഒരു ചിന്ത നമുക്ക് വേണ്ടതാകുന്നു. നമ്മൾ ഈശ്വരനെ വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കുകയോ ആവട്ടെ, ഇത് നമ്മൾ വിശ്വസിച്ചേ തീരൂ. ഇത് വിശ്വസിച്ചില്ല എങ്കിൽ നമ്മൾ ജീവിച്ചിട്ടുണ്ടോ ജനിച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് സംശയമായി തോന്നും. അപ്രകാരം നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കും ഒരച്ഛനും ഒരമ്മയും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ ഓർക്കണം. അങ്ങനെ ഇരിക്കുമ്പോൾ അവർക്കും അച്ഛനും അമ്മമാരും ഉണ്ടായിട്ടില്ലേ? അങ്ങനെ ഒരുപാട് അച്ഛനമ്മമാരുടെ അച്ഛനും അച്ഛനും അച്ഛമ്മയും അങ്ങനെ ഉണ്ടായി പുറകോട്ട് പോകുമ്പോൾ അറ്റമില്ലാത്തതായിട്ടുള്ള സമുദ്രമായി മാറുന്നു. നമ്മളുടെ ജന്മം കിട്ടിയിട്ടുള്ള ഈ സന്ദർഭത്തെ പറ്റി ചിന്തിക്കുമ്പോൾ സമുദ്രമാകുന്ന അച്ഛൻ്റെയും അമ്മയുടെയും എണ്ണി തിട്ടപ്പെടുത്താനാകാത്ത രീതിയിലുള്ള അച്ഛന്മാരിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു കലയാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഈ കലാകാവ്യം. ആയത് അവർ ഓരോരുത്തരും ചിന്തിക്കുന്നു, നമ്മുടെ പേരമക്കൾ, നമ്മുടെ കുട്ടികൾ എല്ലാവരും നല്ലതായി ഒരുമയോടുകൂടി ശാന്തിയോടുകൂടിയും സമാധാനത്തോടു കൂടിയും സത്യസന്ധതയോടുകൂടിയും ധർമ്മനിഷ്ഠയോടു കൂടിയിട്ടുള്ളവരാവണം നമ്മുടെ മക്കൾ, നമ്മുടെ പേരക്കിടാങ്ങൾ, നമ്മുടെ മരുമക്കൾ. നല്ലവരായി ഭവിക്കണം, നല്ലവരായി ജീവിക്കണം, ശാന്തിയോടുകൂടിയും സമാധാനത്തോടു കൂടിയും സ്വസ്ഥതയോടുകൂടിയും ജീവിക്കണം. നമുക്ക് വേണ്ടി, ലോകത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി നല്ല നിലനിൽപ്പിനായിക്കൊണ്ട്
ധർമ്മനിഷ്ഠയോടുകൂടി ഉയരണം. ഏവരും ചിന്തിക്കണം. അപ്രകാരമാണോ നമ്മളുണ്ടായിട്ടുള്ളതെന്ന് ചിന്തിക്കണം. നമ്മൾ ആലോചിക്കണം. അപ്രകാരം പുറകോട്ട് പോയാൽ ഇതിൻ്റെ ഒരു തുടക്കം കുറിച്ചിട്ടുള്ള ഒരു ശക്തിയില്ലേ, ഒരു ചൈതന്യമില്ലേ? ആയതാരാണോ? ആയത് ഒന്ന് തന്നെയാണ്, നല്ലച്ഛനും നല്ലമ്മയും തന്നെ. പ്രകൃതിയാകുന്ന മാതാവും പ്രപഞ്ചമാകുന്ന പിതാവും തന്നെയാണ് അതെന്നറിയണം ഏവരും. കാരണം നമ്മൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്രകാരം ഒരു ചിന്തയിൽ നമ്മൾ ചെന്നെത്തേണ്ടിയിരിക്കുന്നു. ഇല്ല എങ്കിൽ നമ്മൾ ഇല്ല എന്നുള്ളൊരർത്ഥത്തിലേക്ക് വരുന്നു കാവ്യം. നമ്മളുണ്ടെന്ന്, അങ്ങനെ ഉള്ളതെന്നുള്ള ചിന്ത ഉണ്ടായാൽ ഒരുപാട് അച്ഛന്മാരുടെ പുറകോട്ട് പോയിട്ടുള്ള ഒരുപാട് അച്ഛന്മാരുടെ ആയതിൽ നിന്നുമുള്ള തുടക്കമാണ്. ആ തുടക്കത്തിൻ്റെ ഒരു ഭാഗമാണ്, ചെറിയൊരു അംശമാണ് ഇന്ന് ജീവിച്ചിരിക്കുന്ന നമ്മളെല്ലാവരും എന്നറിയണം. എത്രയോ കോടി കോടി മനുഷ്യരുണ്ട് ഈ ലോകം ഭൂഖണ്ഡത്തിൽ. ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ പുറകോട്ട് എത്ര കോടി കോടി അച്ഛനമ്മമാർ പോയി മറിഞ്ഞിട്ടുണ്ടെന്ന് ഓർക്കണം. അവരുടെ അനുഗ്രഹവും അവരുടെ കാരുണ്യവും നമ്മളെ മേൽ എപ്പോൾ കനിയുന്നു, അപ്പോൾ മുതൽ നമുക്ക് ജന്മസുകൃതമായി, ജന്മസായുജ്യമായി ആയതിനെന്തായി തീരണം നമ്മൾ ഞാനെന്നുള്ളൊരു ഭാവത്തോടു കൂടി ഞാനൊരു മനുഷ്യനാണെന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവണം. നമ്മളപ്രകാരം ഉണ്ടാക്കിയെടുക്കണം. ഒരു മനുഷ്യനാണെന്നുള്ള ബോധ്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ മനുഷ്യൻ്റെ യുക്തിക്കും വ്യക്തിക്കും സമൂഹത്തിനും കുലത്തിനും കുടുംബത്തിനും വംശത്തിനും ഗോത്രത്തിനും ഉതകുന്ന രീതിയിൽ, മാത്രവുമല്ല അതിപ്രധാനം യുക്തിക്കും വ്യക്തിക്കും മനുഷ്യനും ഉതകുന്ന രീതിയിൽ, ഗോത്രം ഇന്നെന്ത് കാണിക്കുന്നുവോ, വംശത്തിൽപ്പെട്ടവർ ഇന്നെന്ത് കാണിക്കുന്നുവോ അത് അധർമ്മമാണെങ്കിൽ എൻ്റെ യുക്തിക്കും വ്യക്തിക്കും മനുഷ്യനും ഉതകുന്നതല്ല ഇക്കാണുന്ന മാർഗങ്ങളെന്ന് നിങ്ങൾ കണ്ടെത്തിയാൽ നിങ്ങൾ ആയതിൽ നിന്നും പുറകോട്ട് നിൽക്കണം. സത്യമെന്തെന്നും അസത്യമെന്തെന്നും കാണുവാനായിക്കൊണ്ട് പരിശ്രമിക്കണം, ചിന്തിക്കണം, ആലോചിക്കണം. ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെയാണോ നേര്? ഇത് നേരുകേടാണോ നെറുകേടാണോ? ഇത് എന്നെ സന്തോഷിപ്പിക്കുവാനും മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുവാനുമാണോ ഒതുങ്ങുന്നതെങ്കിൽ വിട്ടു നിൽക്കണം, വിട്ടുമാറണം ആയതിൽ നിന്നും. അത് നിങ്ങളെയും വരും സമയങ്ങളിൽ നിങ്ങളെയും നിങ്ങളുടെ കുട്ടികളെയും നശിപ്പിക്കുന്ന വൈകൃതമായിട്ടുള്ള ആരാധനകളും കലകളും കാവ്യങ്ങളായി മാറും. അപ്രകാരമുള്ള ചിന്താശുദ്ധി നിങ്ങളിൽ ഉണർന്നാൽ ആരെയും നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ മുത്തശ്ശിയും മുത്തശ്ശനും നിങ്ങൾക്കരികിലൂടെ വന്നെത്തും, നിങ്ങൾക്ക് സംരക്ഷണം നൽകും. നിങ്ങളുടെ സത്യം എന്തെന്ന ആഗ്രഹമുണ്ടായി തോന്നിയാൽ നിങ്ങൾക്കൊരു കാവൽക്കാരനായി, നിങ്ങൾക്ക് ചുറ്റും കാവൽ ഭടന്മാരായി ഒരുപാട് നിങ്ങളെ വിട്ടുപോയിട്ടുള്ള പൂർവികരുടെ അനുഗ്രഹം നിങ്ങൾക്ക് കാവലായും സംരക്ഷണമായും വലയം പ്രാപിക്കുമെന്ന് പറയുന്നു. പക്ഷേ മനുഷ്യനെന്നുള്ളൊരു മൂല്യബോധ്യം നിങ്ങളിൽ വരേണ്ടതായിട്ടുണ്ട്. എനിക്ക് വേദനിക്കുന്നത് പോലെയാണ് മറ്റുള്ളവരുടെയും വേദന എന്നറിയണം. എൻ്റെ പ്രയാസങ്ങൾ പോലെ തന്നെ മറ്റുള്ളവരുടെ പ്രയാസങ്ങളുമെന്നും ഏവരും തിരിച്ചറിയണം. അപ്രകാരം തിരിച്ചറിവ് നമുക്ക് നേടിക്കഴിഞ്ഞാൽ നമ്മളിൽ ഉണ്ടാകുന്ന ആനന്ദം പറഞ്ഞറിയിക്കാൻ വഴിയാത്തതാണെന്നറിയണം. നമുക്ക് മനസ്സിലാകും ഈ ലോകത്തിലുള്ളതെല്ലാം നമ്മളുടേത് തന്നെയാണ്, അന്യമായിട്ടൊന്നും ഇവിടെ കാണാനുമില്ല, കേൾക്കാനുമില്ല, അറിയാനുമില്ല എന്നുള്ള അവസ്ഥയിൽ നിങ്ങൾ എത്തപ്പെടും. നിങ്ങൾ ആലോചിക്കണം. ഇപ്രകാരമുള്ളൊരവസ്ഥയിലെത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന, നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ ആലോചിക്കാറില്ലേ? നിങ്ങൾക്ക് എത്ര മക്കളുണ്ടോ? ഈ മക്കളെല്ലാം എൻ്റെ മക്കളാണ്. ഈ മക്കൾ നല്ലവണ്ണം വളരുമ്പോഴല്ലേ നമുക്ക് സന്തോഷമുണ്ടാകുന്നത്. ഈ മക്കൾക്കെല്ലാം നല്ല ആയതിൽ വിജയിക്കുമ്പോൾ നമുക്കൊരുപാട് സന്തോഷമുണ്ടാകാറില്ലേ, ആനന്ദം ഉണ്ടാകാറില്ലേ? അപ്രകാരം നിങ്ങൾ ചിന്തിക്കൂ. നമ്മുടെ അച്ഛനമ്മമാർ നല്ലൊരു സ്വഭാവത്തിന് ഉടമയാണെങ്കിൽ നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവില്ലേ, നമ്മുടെ അമ്മ നല്ലൊരമ്മയായതുകൊണ്ട്
നമ്മുടെ അച്ഛൻ നല്ലൊരച്ഛനായതുകൊണ്ട് നമുക്ക് സുഹൃതം നിറഞ്ഞൊരു ജന്മമാണ് ആയവരിൽ നിന്നും കിട്ടിയതെന്ന് ഒരിക്കൽ പോലുമെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, അറിഞ്ഞോ അറിയാതെയോ. അപ്രകാരമല്ലേ കല നടക്കുന്നത്, കാവ്യം നടക്കുന്നത്. പക്ഷേ നമ്മൾ കാണുന്നത് എന്താണ്? ഇതൊന്നും തിരിച്ചറിയാതെ കണ്ട് ഞാനെന്നുള്ളൊരു അഹങ്കാര ബോധത്തോടു കൂടി അച്ഛൻ എന്ത് ചെയ്തോ, അമ്മ എന്ത് ചെയ്തോ, ഇത് നല്ലതെന്താണോ നല്ലതല്ലാത്തതാണോ ചെയ്തതെന്ന് നോക്കാതെ കണ്ട് അവർ ദുഷ്കർമ്മ പ്രവൃത്തികളിലൂടെയാണോ വരുന്നതെങ്കിൽ അവർ രാഷ്ട്രീയപരമായോ മതപരമായോ ജാതിപരമായോ ഗോത്രപരമായോ സംസ്കാരപരമായോ ഏതെങ്കിലും തരത്തിലുള്ള വേണ്ടാത്ത ആരാധനാരീതികളും വേണ്ടാത്തതായിട്ടുള്ള വാക്കുകളും വചനങ്ങളും ഇതാണ് തൻ്റെ മതം പഠിപ്പിച്ചതെന്നും പൂർവികർ പഠിപ്പിച്ചതെന്നും തനിക്കും പഠിപ്പിച്ചു തരുമ്പോൾ അതോർക്കാതെ ആയതിൻ്റെ സത്യവും ധർമ്മവും പരിശോധിക്കാതെ കണ്ട് അവരെന്ത് ചെയ്തു ചെയ്യുന്നുവോ അത് ഞാനും ചെയ്യുവാൻ വേണ്ടി ഭാഗവത്താവുന്നു, ആയതിൻ്റെ പാത്രീബോധയാകുന്നു. ആയതിൻ്റെ ഗുണവും ദോഷവും അനുഭവിക്കാനായിക്കൊണ്ട് ഞാനും ആയതിൻ്റെ ഭാഗമായി മാറുന്നു. ഒരുപാട് ദുഃഖത്തോടു കൂടി ഒരുപാട് രോഗദുരിത ദോഷങ്ങളോടുകൂടി ഒരുപാട് കലാമൂല്യമില്ലാത്തതായിട്ടുള്ള ജീവനില്ലാത്തതായിട്ടുള്ള കാവ്യം രചിച്ചുകൊണ്ട് നമ്മൾ നാട്ടിലൂടെ നടനമാടുന്നു. കാട്ടാളനായി, ഭൂതമായി, പ്രേതമായി, പിശാചെന്ന പോലെ. ഓർത്തിട്ടുണ്ടോ നിങ്ങളെപ്പോഴെങ്കിലും? എങ്കിലും നമ്മൾ ഒരുപാട് ഭയപ്പാടോടുകൂടി നമ്മൾ ഓരോരോ വാക്യങ്ങളും വാചകങ്ങളും വർണ്ണങ്ങളും കേട്ടിട്ടില്ലേ? അക്രമകാരികളെക്കുറിച്ചും അക്രമം നടത്തിയവരെക്കുറിച്ചും കഴുത്ത് വെട്ടിയവനെക്കുറിച്ചും കാല് വെട്ടിയവനെക്കുറിച്ചും കൊന്നൊടുക്കിയവരെക്കുറിച്ചും മതത്തിനെക്കുറിച്ചല്ല പറയുന്നത്, ജാതിയെക്കുറിച്ചല്ല പറയുന്നത്. മനുഷ്യൻ ചെയ്തു കൂട്ടുന്ന കാവ്യങ്ങളെക്കുറിച്ച് പറയുന്നു. ഏതെങ്കിലും മതത്തിനെതിരായോ ജാതിക്കെതിരായോ ഗോത്രത്തിനെതിരായോ അല്ല വർണ്ണിക്കുന്നത്. ഇതെല്ലാം ചെയ്തു കൂട്ടുന്നത് മതമേതായാലും വർഗമേതായാലും വർണ്ണമേതായാലും അലങ്കാരങ്ങളും ചമയങ്ങളും ഏതായാലും മനുഷ്യനെ കണ്ണിച്ചോരയില്ലാതെ കണ്ട് വ്യക്തിയൊന്നോ യുക്തിയൊന്നോ നോക്കാതെ കണ്ട് തൻ്റെതെന്നോ തൻ്റെതല്ലാത്തതെന്നോ കണ്ടുകൊണ്ട് തൻ്റെ മുമ്പിലുള്ളതായിട്ടുള്ള കാപട്യമായിട്ടുള്ള അഹങ്കാരബോധത്തെ കൂട്ടുപിടിച്ചുകൊണ്ട് ചെയ്യുന്ന അക്രമവും അനീതിയും കണ്ടു വളർന്നവരല്ലേ, കേട്ടു വളർന്നവരല്ലേ നമ്മളെല്ലാവരും. ഇനിയും വേണ്ടതുണ്ടോ ഇപ്രകാരമുള്ള നടപടികൾ നമ്മുടെ മുമ്പിൽ? നടനമാടണോ ഈ കാവ്യം അടങ്ങുന്ന ഈ കൊല? ഈ കലയില്ലാത്തതായിട്ടുള്ള ഈ കൊലയിലൂടെ നമ്മൾ ജീവിക്കേണ്ടതുണ്ടോ? നമ്മുടെ മക്കൾ ജീവിക്കേണ്ടതുണ്ടോ? നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾ അപ്രകാരം കണ്ട് ജീവിക്കേണ്ടതുണ്ടോ? അതോ നമുക്ക് വേണ്ടത് സമാധാനവും ശാന്തിയും സ്വസ്ഥതയും സ്വൈര്യവും ആണോ വേണ്ടത്? ചിന്തിക്കണം ഏവരും. ഇത് പ്രോത്സാഹിപ്പിക്കുന്നവരെ വിടണം നമ്മൾ. അതേത് മതത്തിലായിരുന്നാലും ഏത് സംസ്കാരത്തിലായിരുന്നാലും ഹിന്ദുവായാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും ഏതെങ്കിലും ഒരു മനുഷ്യനെ ധ്വംസിക്കണം എന്ന് പറയുന്ന ആ വാക്കുകളിൽ നിന്നും നിങ്ങൾ പുറകോട്ട് പോകണം. ആ മതം വിട്ടു പോകണം എന്നല്ല. വ്യക്തിക്കും ചേരാത്തതൊന്നും മാനുഷിക മൂല്യങ്ങൾക്കുതകാത്തതാണിതെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് പിന്നോട്ട് നിൽക്കണം. ആ ആജ്ഞ നിങ്ങൾ അനുസരിക്കേണ്ടതല്ല. അത് ഈശ്വരൻ്റെ നിശ്ചയമോ വാക്കുകളോ അല്ലെന്നറിയണം. അത് കാപട്യമായിട്ടുള്ള ഏതൊരു പിശാചിൻ്റെതാണെന്നറിയണം, ഏതൊരു ഭൂതത്തിൻ്റേതാണെന്നറിയണം. ആരോ അറിയാതെ കണ്ട് കൽപ്പിച്ചിട്ടുള്ളൊരു കാവ്യമാണ്, രചിച്ചിട്ടുള്ളൊരു കാവ്യമാണെന്നും കലയാണെന്നും അറിയണം. ആ കൊലയ്ക്ക് നിങ്ങൾ കൂട്ടു നിൽക്കരുത്. നിങ്ങളുടെ മക്കളെ കൊല്ലണമെന്നൊരാൾ പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കില്ലേ, ഇതെൻ്റെ രക്തത്തിൽ പറഞ്ഞ കുഞ്ഞാണ്, ഞാനേത് പ്രാന്തനാണെങ്കിലും ഏതറിവില്ലാത്തതാണെങ്കിലും തൻ്റെ കുഞ്ഞിനെ കൊല്ലുവാനായിക്കൊണ്ട് നമ്മളൊരു നിമിഷമെങ്കിലും ആലോചിക്കില്ലേ? ഇത് പാടുണ്ടോ? ഇതെൻ്റെ കുഞ്ഞിനെ കൊല്ലുവാൻ, യോമനത്വമുള്ള എൻ്റെ കുഞ്ഞിനെ കൊല്ലുവാൻ കൽപ്പിക്കുന്നവരാരോ എന്തിനു വേണ്ടി? ആയതിൽ ഏതെങ്കിലും തരത്തിലുള്ള ഈശ്വര ശക്തിയോ ചൈതന്യമോ കൂട്ടു നിൽക്കുന്നുണ്ടോ? നിങ്ങളുടെ ഉള്ളിനോട് തന്നെ, ഉള്ളിലിരിക്കുന്ന കലയോട് തന്നെ നിങ്ങൾ ചോദിക്കണം. ഈ വാഹനം മറ്റൊരു വാഹനത്തെ പോയി ഇടിക്കുവാൻ പാടുണ്ടോ? തകർക്കുവാൻ പാടുണ്ടോ? നമുക്കും ഉണ്ടാകുന്നില്ലേ കഷ്ടനഷ്ടങ്ങൾ? ഡ്രൈവറോട് ചോദിക്കാൻ. വേറൊരു വാഹനത്തിൻ്റെ മുതലാളി പറയണം,
ആ മുൻപേ എതിരെ വരുന്ന വാഹനത്തെ നീ ഇടിച്ചു തെറിപ്പിക്കണം. വേറൊരു വാഹനത്തിൻ്റെ മുതലാളി പറയണം, നമ്മുടെ വാഹനം കൊണ്ട് ആ വരുന്ന വാഹനത്തെ ഇടിച്ചു തെറിപ്പിക്കണം. അപ്പം നമ്മളത് കേട്ടുകൊണ്ട് മറ്റേ വാഹനത്തിൻ്റെ പോയി കൊണ്ട് ഇടിപ്പിക്കാൻ നിന്നാൽ അപ്പം നമ്മൾ ഡ്രൈവറോട് പറയണം, ഡ്രൈവറെ ആ വരുന്ന വാഹനത്തെ ഇടിപ്പിച്ച് തെറിപ്പിച്ച് ഇല്ലാതാക്കണം. അപ്പോൾ ഡ്രൈവർ യുക്തി ഉപയോഗിച്ച് പറയും, വ്യക്തിത്വബോധം ഉപയോഗിച്ച് ഡ്രൈവർ കൽപ്പിക്കും. ഡ്രൈവർ ആജ്ഞാനുവർത്തിയാണ്, യജമാനൻ്റെ മുതലാളിയുടെ ആജ്ഞ അനുസരിക്കുന്ന ഡ്രൈവറാണ്. എങ്കിലും വ്യക്തിയെ കൊണ്ടുമുള്ള ബോധം കൊണ്ട് ഡ്രൈവർ പറയും യജമാനനെ, ആ വരുന്ന വാഹനം അതിഗൗരവത്തോടു കൂടി വരുന്ന വാഹനമാണ്. ആ വാഹനത്തിനെ ഇടിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ആദ്യം തമരുന്നത് നമ്മുടെ വാഹനമാവും. അങ്ങേക്കൊരുപാട് കഷ്ടനഷ്ടങ്ങൾ ഉണ്ടാകും. നമ്മുടെ വാഹനം ചിന്നിച്ചിതറും, തുണ്ടമായി മാറും. അപ്രകാരം പോണോ വേണ്ടയോ? ഉടമക്കാരൻ യജമാനന് വീണ്ടും പറയുന്നു, നീ വെറും ഒരു ഡ്രൈവറാണ്, നീ വാഹനം ഞാൻ പറയും പ്രകാരം ചെയ്യണം. അപ്രകാരം ഡ്രൈവർ ആജ്ഞാനുവർത്തിയാകുന്നു. ഡ്രൈവറുടെ കർത്തവ്യം നിർവഹിക്കുവാനായിക്കൊണ്ട് ബാധ്യസ്ഥനാകുന്നു. ഡ്രൈവർക്കൊരു ഉത്തരവാദിത്ത ബോധമുണ്ട്, തൻ്റെ യജമാനനെ അനുസരിക്കുക എന്നുള്ളതാണ്. അദ്ദേഹം അതിലകൃഷ്ടനായിക്കൊണ്ട് പോകുന്നു, എതിരെ വരുന്ന വാഹനത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട്. ഇതൊരവസാനത്തെ യാത്രയാണെന്ന് യജമാനൻ അറിയുന്നില്ല. ഇതോടുകൂടി തൻ്റെ വാഹനം ഉടഞ്ഞമർന്ന് ഈ ഒരു നിമിഷം കൊണ്ട് അവസാനിക്കുമെന്ന് ഉടമയായിട്ടുള്ള യജമാനൻ അറിയാതെ കണ്ട് ഈ വാഹനം ഓടുന്നു. എതിരെ വരുന്ന വാഹനവുമായി കൂട്ടിയിടിച്ചുകൊണ്ടത് തകർന്ന് തരിപ്പണമാകുന്നു, ഒന്നും ബാക്കിയില്ലാതെ കണ്ട്. കാലുകളും കൈകളും വേറെയായി, തല വേറെയായി, ഉടലുകൾ വേറെയായി, എഞ്ചിനുകളും സ്പെയർ പാർട്സുകളും വേറെയായി കാണുന്നൊരവസ്ഥ. നല്ലൊരു കലാപരമായി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള ആ വാഹനം, ആയതിൻ്റെ പെയിൻറ് കാണുന്നില്ല, ആയതിൻ്റെ അലങ്കാരം കാണുന്നില്ല, രൂപം കാണുന്നില്ല. ആയതിൻ്റെ വാഹനത്തിൻ്റേതായിട്ടുള്ള ഒരു രൂപമോ ഭാവമോ ഇല്ലാതെ കണ്ടിട്ടുള്ള എന്തോ തകർന്നടിഞ്ഞ് കിടക്കുന്നതായിട്ടൊരു കബന്ധമായി മാറുന്നു ആ വാഹനം. നമ്മളാകുന്ന ആ ശരീരം, നമ്മുടെ ഉള്ളിലുണ്ടായ ചിന്ത, മനസ്സെന്ന യജമാനൻ്റെ കൽപ്പന ആത്മാവാകുന്ന ഡ്രൈവർ അനുസരിച്ച് പോയതിൻ്റെ ഫലം കൊണ്ട് നമുക്ക് മറ്റുള്ള വാഹനത്തെ തകർക്കുവാനായി കഴിഞ്ഞില്ല. കാരണം നമ്മുടെ വാഹനത്തേക്കാൾ ഒരുപാട് ശക്തിയുള്ള, ഉറപ്പോടുകൂടി നിർമ്മിച്ചിട്ടുള്ള വേറൊരു കമ്പനിയുടെ വാഹനമായിരുന്നത്. മാത്രവുമല്ല, നമ്മുടെ വാഹനത്തേക്കാൾ ഒരുപാട് സ്പീഡിൽ വരുന്നതായിരുന്നു ആ വാഹനം. ആയതോടുകൂടി കഷ്ടനഷ്ടങ്ങൾ ഉണ്ടായത് ആർക്കാണ്? മറ്റുള്ളവരെ കൊല്ലാൻ പറഞ്ഞവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള കഷ്ടനഷ്ടങ്ങളുണ്ടായോ? അവർക്ക് വേണ്ടത് മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കുക, തല്ലിക്കുക, കൊല്ലിക്കുക, ആയതറിഞ്ഞുകൊണ്ട് ആനന്ദിച്ചുകൊണ്ട് കേമന്മാരായെന്ന രീതിയിൽ നടക്കുന്നതായിട്ടുള്ള ഒരുപാട് കുബുദ്ധികളായിട്ടുള്ള മതത്തിലും ജാതിയിലും വർഗത്തിലും ഗോത്രത്തിലും സംസ്കാരത്തിലുമുള്ള ഒരുപാട് ആളുകൾ അപ്രകാരം പോകുന്നു. അറിവില്ലാതെ ഞാനെല്ലാം അറിഞ്ഞവനാണ്, ഞാൻ ഈശ്വരൻ്റെ പ്രിയപ്പെട്ടവനാണെന്നുമുള്ള അഹങ്കാര നാട്യത്തോടു കൂടി നിലകൊള്ളുന്നു. അവൻ ഒന്നിനും ഏതിനും കൊള്ളരുതാത്ത ഒരു മലിനമായി ഈശ്വരൻ്റെ മുമ്പിൽ ചവറ്റുകൊട്ടയിൽ എറിയപ്പെട്ട ഒരു ചവറായി ഈശ്വരൻ്റെ മുമ്പിൽ അവൻ അപ്രകാരം നിലകൊള്ളുന്നു. ജന്മങ്ങൾ കൊണ്ടും ജന്മജന്മാന്തരങ്ങൾ കൊണ്ടും ആയതിനൊരു ശാപമോക്ഷം കിട്ടാതെ കൊണ്ട് ശപിച്ചവൻ നരകയാതന അനുഭവിക്കുന്ന അവസ്ഥയിലേക്ക്
ആ കാവ്യം അലങ്കരിച്ചങ്ങനെ കൂട്ടാക്കി നിൽക്കുന്ന ഒരു നാൾ അവനവൻ തൂറിയതും പാത്തിയതും തിന്നും ഉണ്ടുകൊണ്ടും കിടന്ന് നരയിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിൽ മലമൂത്ര വിസർജനാദികൾ തിന്നും കുടിച്ചും കൊണ്ടും കഴിച്ചുകൊണ്ടും ആയത് സ്വതോടുകൂടി ഇറക്കിക്കൊണ്ടും സന്തോഷത്തോടു കൂടിയല്ല കടിച്ചമർത്തി നിലകൊള്ളുന്ന വേദനകളും യാതനകളും ദുരിതങ്ങളും ദുഃഖങ്ങളും പേറിക്കൊണ്ട് കുടിക്കാൻ ജലം കിട്ടാതാകുമ്പോൾ മൂത്രമൊഴിച്ച് കുടിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിലേക്ക് അവർ മാറുന്നു. അഹങ്കാരത്തിമുർപ്പിൻ്റെ അവസാനത്തെ ചാബല്യമായി മാറുന്നു. പ്രകാരം അവസാനിക്കുന്നു ആ വാഹനത്തിൻ്റെ കഥ. കേൾക്കണം നിങ്ങൾ. ഏത് മതത്തിൽപ്പെട്ടതായാലും ജാതിയിൽപ്പെട്ടതായാലും വർഗത്തിൽപ്പെട്ടതായാലും വർണ്ണത്തിൽപ്പെട്ടതായാലും ചിന്തിക്കണം. നമ്മളുടെ മുമ്പിൽ ഇവിടെ ഒന്നേ ഉള്ളൂ, സമഭാവനയോടു കൂടി നിലകൊള്ളുന്നൊരു ഒരു പറ്റം മനുഷ്യരാണ് നമ്മൾ. നമുക്ക് മതം എന്തെന്നും ജാതി എന്തെന്നും വർഗം എന്തെന്നും വർണ്ണം എന്തെന്നുമുള്ള അലങ്കാരങ്ങൾ കൊടുക്കാതെ നമുക്ക് വാഴണം. ഈ നാട്ടിൽ എല്ലാ നാട്ടിലുമുള്ള മനുഷ്യനായി മാനുഷിക മൂല്യങ്ങൾക്കുതകുന്ന കർത്തവ്യങ്ങൾ നിർവഹിച്ചു കൊണ്ടൊരു വാഹനത്തെ ഇടിപ്പിക്കാതെ കണ്ട് തൻ്റെ വാഹനത്തിന് മഹത്വമുള്ളതായിട്ടുള്ള ഡ്രൈവറും ഒരു മുതലാളിയും ആ വാഹനവുമായി ആയതിലും നല്ല യുക്തിയും വ്യക്തിബോധവുമുള്ളവരായി നമ്മൾ മാറണം. സമൂഹത്തിലും നാട്ടിലും നഗരങ്ങളിലും സ്വസ്ഥരായി വാഴണം, നല്ലവരായിരിക്കണം, നല്ല കുടുംബമായി മാറണം, കുടുംബിനികളായി മാറണം, നല്ല അമ്മമാരായി മാറണം, നല്ല അച്ഛന്മാരായി മാറണം, നല്ല സഹോദരന്മാരും സഹോദരിമാരുമായി നല്ല മക്കളുമായി മാറണം, നമ്മൾ നല്ല വിദ്യാർത്ഥികളായി മാറണം, നല്ല അധ്യാപകന്മാരായി മാറണം, നല്ല ഉദ്യോഗസ്ഥന്മാരായി മാറണം, നല്ല ഭരണാധികാരികളായി മാറണം. നമ്മൾക്ക് ഏവർക്കും ഉതകുന്ന രീതിയിലുള്ള ദാനധർമാദികൾ ചെയ്തുകൊണ്ടും അപ്രകാരമുള്ള കലകളെ വർണ്ണിച്ചുകൊണ്ടും ചമയിച്ചുകൊണ്ടും അലങ്കരിച്ചുകൊണ്ടും സ്നേഹസമ്പർക്കത്തോടു കൂടി നിലകൊള്ളണം. ഏവരും സമൂഹത്തിലും കുലത്തിലും വംശത്തിലും ഗോത്രത്തിലും മതത്തിലും സാഹോദര്യ ബന്ധം ഊട്ടിയുറപ്പിച്ചുകൊണ്ട് പരസ്പരം ബന്ധങ്ങൾ ഊട്ടിയുറപ്പിച്ചുകൊണ്ടും നാട്ടിൽ സ്വസ്ഥമായിട്ടുള്ള ജീവിതചര്യ പടുത്തുയർത്തുവാനായിക്കൊണ്ട് സഹോദരങ്ങൾക്കായിട്ടുള്ള എല്ലാവർക്കും ജാതി മതവർണ്ണവർഗം ഭേദമന്യേ ഏവർക്കും ആവണം. മനുഷ്യരെ കൊന്നുകൊണ്ടൊന്നും നേടില്ല എന്നറിയണം. അപ്രകാരമുള്ള വാക്കുകളും വചനങ്ങളും തള്ളണം. നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിലേക്ക് ചേരുവാനോ സംസ്കാരത്തിലേക്ക് ചേരുവാനോ അല്ല പറയുന്നത്. സ്വന്തം മതത്തിൽ നിന്നിട്ട് തന്നെ തിരുത്തണം ഏവരും. അപ്പോൾ നിങ്ങൾ കർത്തവ്യമുള്ള മക്കളായി മനുഷ്യനായി മാറുകയുള്ളൂ. മതം മാറിപ്പോകേണ്ടതില്ല. നിങ്ങളാരും അപ്രകാരം ചെയ്യേണ്ടതില്ല. ജന്മം നൽകിയ മാതാവിനെയും പിതാവിനെയും വന്ദിച്ചും വണങ്ങിയും അവിടെ തന്നെ നിന്നുകൊണ്ട് വേണം നല്ല ഉപ്പാൻ്റെ മക്കളായി, നല്ല ഉമ്മാൻ്റെ മക്കളായി, നല്ല അച്ഛൻ്റെ മക്കളായി, നല്ല അമ്മയുടെ മക്കളായി, നല്ല മാതാവിൻ്റെ മക്കളായി, നല്ല പിതാവിൻ്റെ മക്കളായി നിങ്ങൾ വളരണം. ഓരോരുത്തരും അത് ജാതിയെ വളർത്തുന്നില്ല, മതത്തെ വേറെ വളർത്തുന്നില്ല, മറ്റുള്ളവരുടെ മതത്തേക്ക് പോയിക്കൊണ്ട് അവിടെ ചേക്കേറുന്നില്ല, അവരുടെ ആരുടെയും വാക്കുകൾ കേൾക്കേണ്ടതില്ല. നിങ്ങൾ സ്വന്തം മതത്തിൽ നിന്നുകൊണ്ട് യുക്തിക്കും വ്യക്തിക്കും മാനുഷിക മൂല്യങ്ങൾക്കും ഉതകുന്നതായിട്ടുള്ള രീതിയിലൂടെ പ്രവർത്തിക്കണം. കർമ്മമതായി തീരണം. തൻ്റെ കർത്തവ്യം ധർമ്മനിഷ്ഠയായിരിക്കണം, സത്യമായിരിക്കണം. സത്യം മാത്രമേ അവലംബിക്കുവാവൂ, പറയാവൂ, കേൾക്കാവൂ, ചിന്തിക്കാവൂ, വർണ്ണിക്കാവൂ, അലങ്കരിക്കാവൂ. ഏവർക്കും നല്ലത് വരുത്തട്ടെ. ഏവരും നല്ലതായി തീരട്ടെ. നല്ലത് കേട്ടുകൊണ്ട് ജീവിക്കുവാനും നല്ലതറിഞ്ഞുകൊണ്ട് ജീവിക്കുവാനും നല്ലത് ചെയ്തുകൊണ്ട് ജീവിക്കുവാനും നല്ലത് വാങ്ങിക്കൊണ്ട് ജീവിക്കുവാനും നല്ലത് കൊടുത്തുകൊണ്ട് ജീവിക്കുവാനും നല്ലത് പറഞ്ഞുകൊണ്ടും പ്രചരിപ്പിച്ചുകൊണ്ട് ജീവിക്കുവാനും നല്ല ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കുവാനും നല്ല വായു ശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാനുള്ളൊരവസരം ഈ നാട്ടിൽ നമ്മളായിട്ടുണ്ടാക്കിയെടുക്കണം. ആയവ ഉണ്ടായേ തീരൂ. ഇല്ലെങ്കിൽ വരുന്ന കഷ്ടനഷ്ടങ്ങൾക്കും ഞാനും നിങ്ങളും പാത്രീഭൂതരാവും. അതൊരുപാട് വിഷമങ്ങൾക്ക് ഇടയാക്കുന്നതാണെന്നറിയണം. ചിന്തിക്കണം. ഏവരും വിട്ടുമാറണം. ദുഷ്ടപ്രവൃത്തികളിൽ നിന്നും ദുഷ്ടകർമ്മങ്ങളിൽ നിന്നും ദുഷ്ടചിന്തകളിൽ നിന്നും നമ്മൾ വിട്ടുമാറണം. വിട്ടകന്നു പോകണം. പ്രണാമം.